അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായത്തിന് സാധ്യത തേടി സിനഡ്. ഞായറാഴ്ച നടക്കുന്ന 2 കുർബാനകളിൽ ഒന്ന് ജനാഭിമുഖ കുർബാന നടത്താൻ അനുവദിക്കാനാണ് തീരുമാനം. വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചാൽ വിമത വിഭാഗത്തെ അറിയിക്കും. അതിനിടെ ജനാഭിമുഖ കുർബാനയെ ഔദ്യോഗിക കുർബാനയായി പ്രഖ്യാപിക്കണമെന്ന് അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ 19-നാണ് സിനഡ് യോഗം ചേർന്നത്. യോഗത്തിൽ പ്രധാനമായും സമവായ സാധ്യതകൾ തേടി തർക്കത്തിന് പരിഹാരം കാണാനാണ് തീരുമാനമായത്. ഇതിനായി ഞായറാഴ്ചകളിൽ നടക്കുന്ന 2 കുർബാനകളിൽ ഒന്ന് ജനാഭിമുഖ കുർബാനയും മറ്റൊന്ന് ഏകീകൃത കുർബാനയും നടപ്പാക്കാനാണ് സാധ്യത. വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ സിനഡ് തീരുമാനം ഔദ്യോഗികമായി വിമത വിഭാഗത്തെ അറിയിക്കുകയുള്ളൂ. അതേസമയം സമവായത്തിനുള്ള നിബന്ധനകൾ മുന്നോട്ട് വെച്ച് അൽമായ മുന്നേറ്റം രംഗത്തെത്തി. അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക കുർബാനയായി ജനാഭിമുഖ കുർബാനയെ പ്രഖ്യാപിക്കണമെന്നാണ് അൽമായ മുന്നേറ്റത്തിന്റെ ആവശ്യം. സിനഡിൽ ഈ പ്രഖ്യാപനമുണ്ടായാൽ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് വഴി തെളിയുമെന്നും അങ്ങനെയെങ്കിൽ പ്രത്യേക കുർബാനയായി സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാന ചൊല്ലാൻ അനുവദിക്കുമെന്നുമാണ് അൽമായ മുന്നേറ്റത്തിന്റെ നിലപാട്. വിഷയത്തിൽ സിനഡിന്റെ തീരുമാനത്തിന് വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ കുർബാന തർക്കത്തിൽ ഒത്തുതീർപ്പിലുള്ള പ്രഖ്യാപനമുണ്ടാവുകയുള്ളൂ. കൈരളി ന്യൂസ്, കൊച്ചി.